നമ്മുടെ തിരുവനന്തപുരത്ത് ഹിറ്റായ ഒരു യാത്രയുണ്ട്. ഓപ്പൺ ഡബിൾ ഡെക്കറിലുള്ള യാത്ര. അപ്പോൾ തിരുവനന്തപുരം സിറ്റി മുഴുവൻ ഇത്തരത്തിൽ ഓപ്പൺ ഡബിൾ ഡെക്കറിൽ മുകളിലിരുന്നു കൊണ്ട് യാത്രക്കാർക്ക് ആസ്വദിച്ച് നഗരം മുഴുവൻ അറിയാനും കാണാനും സാധിക്കുമെന്നതാണ് പ്രത്യേകത. വലിയ തിരക്കാണ്. എല്ലാ ദിവസവും നേരത്തെ കൂട്ടി നമുക്ക് ബുക്ക് ചെയ്താൽ മാത്രമേ ബസ് റൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സമാനമായ രീതിയിൽ കൊച്ചിയിലും ഈ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് KSRTC. ഇനി കൊച്ചിയുടെ സൗന്ദര്യവും ഇത്തരത്തിൽ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇരുന്ന് ആസ്വദിക്കാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കൊച്ചി ചുറ്റിക്കറങ്ങാൻ ഓപ്പൺ ഡബിൾ ബസ് ഡെക്കർ സർവീസ് ഒരുങ്ങിയിരിക്കുകയാണ്. വ്യവസായ മന്ത്രി P രാജീവാണ് ബസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. ഇനി കൊച്ചിയുടെ രാത്രി സൗന്ദര്യം ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്ത് ആസ്വദിക്കാം. തിരുവനന്തപുരം, മൂന്നാർ എന്നിവിടങ്ങളിൽ KSRTC ആരംഭിച്ച ഡബിൾ ഡെക്കർ സർവീസുകളുടെ മാതൃകയിലാണ് കൊച്ചിയിലും ഡബിൾ ഡെക്കർ എത്തിച്ചിരിക്കുന്നത്. ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരക്കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച 2 ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകൾ ഏറെ ജനപ്രീതി നേടിയതിനെ തുടർന്നാണ് കൊച്ചിയിലും ഓപ്പൺ ബസ് സവാരി ഒരുക്കിയിരിക്കുന്നത്. വ്യവസായ മന്ത്രി P രാജീവ് ബസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിവേഗത്തിൽ വികസിക്കുന്ന കൊച്ചിയുടെ ടൂറിസത്തിന് ഈ ബസ് കുറെ കൂടി സഹായകരമാകും. ആഭ്യന്തര ടൂറിസം കേരളത്തിനകത്തും ഇന്ന് കൊച്ചിയിലേക്ക് വരുന്നവർക്ക് തന്നെ ഈ സ്ഥലങ്ങളാകെ പരിചിതമാകുന്നതിന് ഈ ടൂറിസം സഹായകരമാകും. അതിന് മുൻകൈയെടുത്ത KSRTC ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട് തേവര, COPT, അവന്യൂ വാക്വേ, മറൈൻ ഡ്രൈവ്, കാളമുക്ക്, വല്ലാർപാടം ചർച്ച്, ഹൈക്കോർട്ട് വഴി വൈകിട്ട് 7:40 എറണാകുളത്ത് തിരിച്ചെത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലത്തെ ഡെക്കിൽ ആളൊന്നിന് 300 രൂപയും താഴത്തെ ഡെക്കിൽ 150 രൂപയുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. എറണാകുളം സ്റ്റാൻഡിൽ നിന്നും 5 മണിക്കാണ് ഈ ട്രിപ്പ് ആരംഭിക്കുന്നത്. അവിടെ നിന്നും ജോസ് ജംഗ്ഷൻ വഴി തേവരെ വന്ന് BOT പാലം ടച്ച് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും മഹാരാജാസ് കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ മറൈൻ ഡ്രൈവ് കവർ ചെയ്ത് നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിലെത്തി ഗോശ്രീ പാലം കടന്ന് നമ്മൾ കാളമുക്കിൽ എത്തി തിരിച്ച് വീണ്ടും ഹൈക്കോടതിയിലെത്തി നമ്മൾ MG റോഡ് വഴി സ്റ്റാൻഡിലേക്ക് എത്തുന്ന വിധത്തിലാണ് ഈ ട്രിപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിൽ 39 സീറ്റും താഴെ 24 സീറ്റുമാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 63 സീറ്റുകളാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ഉള്ളത്. TJ വിനോദ് MLA, ഹൈബിയുടെ MP, KJ മാക്സി MLA, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് M അൽകുമാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെയും മൂന്നാറിലെയും പോലെ കൊച്ചിക്കും ഡബിൾ ഡെക്കർ ബസ് സ്വന്തമായിരിക്കുകയാണ്. ഇനി കൊച്ചിയുടെ രാത്രികാല സൗന്ദര്യം ഇതിലൂടെ ആസ്വദിക്കാം. യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയാണ് സർവീസ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി.